ലേഖയ്ക്ക് കിട്ടിയ മീനാണിത്. എവിടുന്ന് കിട്ടിയെന്ന് കാണിക്കാം. ഹായ്, ഞങ്ങൾ അന്നേരം ഇന്ന് ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. ഫിഷിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. എന്തടി വരാ? അതെ, ഇത് കരിങ്ങാലിപ്പുഞ്ചയാണ്. ഞങ്ങൾ പറയത്തില്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ കരിങ്ങാലിപ്പുഞ്ചയാണ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കരിങ്ങാലിപ്പുഞ്ച. ഇത് വണ്ടിന്റെ ഭാഗമാണ്. വണ്ട് റോഡാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ ഭാഗത്ത് ചൂണ്ട ഇടാനുള്ള പരിപാടിയാണ്. മീനവിടെ കൊത്തുണ്ട്, പക്ഷെ കുറവാണ്. എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയാമോ ഈ കരിങ്ങാലിപ്പുഞ്ചയ്ക്ക്? അതിമനോഹരമായ സ്ഥലമാണ്, കാണാൻ നല്ല രസമാണ്. വൈകിട്ടൊക്കെ വന്നാൽ കാറ്റ് കൊണ്ട് ഇവിടെയൊക്കെ ഇരിക്കാം. കണ്ടില്ലേ, ഇവിടെ നിന്നിട്ട് മീനെ ഒന്നും കൊത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പുറത്ത് വന്ന് ചൂണ്ടയിട്ടു, ഒരു മീൻ കൊത്തി. ആ മീനാണ് ഇത്. അത് തൂളിയുടെ കുഞ്ഞാണ്. ചാടിപ്പാൻ നോക്കി കുഞ്ഞാനെ കണ്ടോ? അവന്റെ അനക്കമില്ലാത്ത കടത്ത കണ്ടോ? വീണ്ടും ഞാൻ അപ്പുറത്തൊരു സൈഡിലേക്ക് മാറി നിന്ന് നോക്കിയാ അവിടെയും വലിയ കൊത്തൊന്നുമില്ല. വീണ്ടും അവിടെ നിന്നിട്ട് നോക്കി, ഒരു ചെറിയ മീനെ കൊത്തി. വീണ്ടും അതേപോലെ തന്നെ ഒരു തൂളിയുടെ കുഞ്ഞാണ്. തൂളിക്കുഞ്ഞ് ഉള്ളതാവട്ടെ, തൂളിക്കുഞ്ഞെങ്കിൽ തൂളിക്കുഞ്ഞ്. അങ്ങനെ അവനെ പിടിച്ച്. പിന്നെ ഇവിടെ അങ്ങും വലിയ കൊത്തൊന്നുമില്ല. 4 കുഞ്ഞ് തൂളിക്കുഞ്ഞിനെ കിട്ടുകയുള്ളൂ. ഇന്നതുകൊണ്ട് ശോകമായിരുന്നു. ഞാനിങ്ങനെ നോക്കിയിരിക്കുക, ഇനി വല്ലതും വന്ന് കൊത്തുവന്ന്. അടിയിൽ നല്ല മീൻ ഓടുന്നുണ്ട്, പക്ഷെ ചൂണ്ടയെ വന്ന് കൊത്തുന്നില്ല. മാറിയും തിരിഞ്ഞും ഒക്കെ നിന്ന് നോക്കി, ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല, പിടുത്തമില്ല. അങ്ങനെ നേരസന്ധ്യയായി. ഞാൻ പരിപാടിയൊക്കെ ഒതുക്കാൻ പോകാനുള്ള പരിപാടിയാണ്. എല്ലാം ഒതുക്കി, ചൂണ്ട ഉറക്കി ഒതുക്കി. അതെ. ഹായ്, ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് ആണ്. കാര്യം ഇന്നലെ ഞങ്ങൾ മീനെ പിടിക്കാൻ വന്നു. അന്നേരം ഒരു 4 മീനേ കിട്ടിയുള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കരിങ്ങാലിപ്പുഞ്ചയെ തന്നെ എത്തിയിട്ടുണ്ട്. പശു ഞങ്ങൾ കാണിക്കാം. ഇത് കണ്ടോ, ഭയങ്കര പാടം ഉണ്ടോ? ഇതാണ് നമ്മുടെ കരിങ്ങാലിപ്പുഞ്ച. പുഞ്ചയുടെ സൗന്ദര്യം കണ്ടോ? അവിടെ 2-3 പേരിരുന്ന് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ 2-3 പേരിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. അങ്ങനെ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇവരിവിടുത്തെ സ്ഥിരം ചൂണ്ടയിടലുകാരാണ്. ഒരു 3-4 പേരുണ്ട്. ഇവരിവിടെ തീറ്റയൊക്കെ ഇട്ട് കളം തെളിച്ച് അങ്ങനെയാണ് മീൻ പിടിക്കുന്നത്. ഇവർക്ക് കിട്ടിയ മീൻ ആ തൂളി. ഒരു തൂളിയെ കിട്ടി. വീണ്ടും ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അവിടെ എന്തെങ്കിലും മീനോ എല്ലാം കിട്ടുമോ ആ ഭാഗം കൊണ്ട്. അവിടെ മീൻ അടിക്കുന്നുണ്ട്. ചേട്ടൻ നടുക്കൂടെ ഒരു വഴിയുണ്ട്, ആ നടുക്കൂടെ വഴി കൂടെ പോവാണ്. ഇവിടെ വന്ന് ചൂണ്ടയിട്ട് ഒരു പള്ളത്തി കിട്ടി. ഒരു ചെറിയ പള്ളത്തി കിട്ടി. വള്ളത്തിയാണ് ഏറ്റവും കൂടുതലും. പിന്നെ ചെറിയൊരു വെള്ളത്തി. തീറ്റ അങ്ങ് കൊണ്ടുപോകത്തേ ഉള്ളൂ ഈ വെള്ളത്തി. നമ്മളെ എത്ര വരെ കൊരുത്തിട്ടാലും അപ്പ തീറ്റ എടുത്തുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു കരിമീനെ കിട്ടി. എനിക്ക് ചെറിയൊരു കരിമീനാണ്, കൈവെള്ളയിലിരിക്കാനേ ഉള്ളൂ. നേരെ രാവിലെ വന്നിരുന്നെങ്കിൽ മീൻ കിട്ടിയേനായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ചൂണ്ടയിട്ട് അവിടെ നല്ല കൊത്താ. മൊത്തം തീറ്റ അടിച്ചോണം പോവുക. നമ്മൾ ചൂണ്ടയെ കൊരുക്കുന്ന തീറ്റ അപ്പോഴേ കൊണ്ടുപോകും. തീറ്റ എടുക്കാൻ വേണ്ടി ഒരു ടീമുണ്ട്. നമ്മൾ ഇടുന്ന തീറ്റ. ഇപ്പൊ ഒരു വള്ളത്തി കിട്ടി. ഈ പള്ളത്തിയായി തീറ്റ എല്ലാം കൊണ്ടുവന്നേ. ഒരു ലോഡ് ഉണ്ട് നമുക്ക് കിട്ടിയ മീനത്. ഒരു ലോഡ് വരെ കൊണ്ടുപോയാലും 1 മിനിറ്റ് കൊണ്ട് അങ്ങ് തീർക്കും. പിന്നെ അവിടെ നിന്ന് ചൂണ്ടയിട്ട്
വലിയൊരു മീൻ വന്ന് പിടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല അതിനെ. ഞങ്ങക്ക് കിട്ടിയ മീനാ ഒന്ന് കാണിക്കുവാണ്. കവറിനകത്ത് കിടന്ന് ചാടുക. അത്രയും മീനെ കിട്ടി. 2 മണിക്കൂർ കൊണ്ട് കിട്ടിയ മീനായത്. മീനുണ്ട്, തീറ്റിയിട്ട് കൊടുത്ത് നമ്മൾ വേറെ ഓക്കയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇടണം. അപ്പൊ നമുക്ക് മീൻ കിട്ടും. നേരത്തെ കൊണ്ടുവന്ന് ഓക്കയോ തീറ്റയോ എല്ലാം ഇട്ട് മീനെ അടുപ്പിക്കണം. അടുപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലുള്ള മീനുകൾ വരും. അന്നേരം പോയി ചൂണ്ടയിടണം. അപ്പൊ ചൂണ്ടയിട്ട മീൻ കിട്ടും. കണ്ടോ, ഇത്രയും മീൻ കിട്ടി. അപ്പോഴവിടെ ഒരു ചേട്ടൻ നിന്ന് ഏറ് ചൂണ്ട ഇടുന്നുണ്ടായിരുന്നു. ഈ ചേട്ടന് മീനെയൊക്കെ കിട്ടി. ഒരു വലിയൊരു വരാലിനെ കിട്ടി, നല്ലൊരു വരാല. ചേട്ടൻ ഏറ് ചൂണ്ടയാണ് ഇടുന്നത്. ഞങ്ങളോട് ചോദിച്ചു വെയില് കൊള്ളുന്നതിന് വല്ലതും കിട്ടിയോന്ന്. ഞങ്ങൾക്ക് കിട്ടിയത് ചെറിയ മീനാണ്. ആ ചേട്ടൻ വരാലിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ വരാലിനെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. ചാക്കിനകത്ത് നിപ്പാണ്ട് തട്ടി അങ്ങോട്ട് ഇടും. കണ്ടോ, നോക്കൂ, കണ്ടോ, ഏറ്റ വരാലത്. ആദ്യം കാണിച്ചതുപോലെ ലേഖ വരാലിനെ പിടിച്ചോണ്ട് നിന്നത് ഇതായിരുന്നു, അല്ലാതെ ലേഖ ചൂണ്ടയിട്ട് പിടിച്ച മീനല്ല. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ എടുത്തൊന്ന് നോക്കിയതാണ്. കണ്ടോ, 1 കിലോ ഒക്കെ അടുത്ത് വരുന്ന ഒരു വരാലാണ്. 1 കിലോ മേളിലുണ്ടെന്ന് തോന്നുന്നു വരാല്. കണ്ടോ, ഏറ്റ വരാല്. മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പോൾ വെയിലാണ്, നല്ല പൊരി വെയില്, ഭയങ്കര വെയിലാണ്. നട്ടുച്ച സമയം. ഞങ്ങൾക്ക് കുറച്ച് മീനെ കിട്ടി ഇല്ലേ. ഇതൊക്കെ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ കരിങ്ങാലി പുഞ്ച. ഞങ്ങൾ വീഡിയോയിൽ പറയുന്ന കരിങ്ങാലി പുഞ്ച ഇതാണ്. ഇവിടെ വെച്ചൊരു ഫിഷ് കുക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യണം. ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇരിപ്പുണ്ട്. കിട്ടിയ മീനെ കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ വീട്ടിൽ എത്തി. ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. പൊന്നപ്പനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ വീട്ടിലെത്തി. ചൂണ്ടയൊക്കെ എടുത്ത് ലേഖ എടുത്ത് വെച്ചു. പിന്നെ മീനെ എടുത്ത് പൊന്നപ്പനെ കാണിക്കാനായിട്ട് ഓടിക്കൊണ്ട് വരുവാണ് ലേഖ. മീനെ ഇതാണ് എന്ന് കിട്ടിയ മീന്. അതിന് ഞങ്ങൾ ചട്ടിയിലിട്ട് ഇപ്പൊ കാണിക്കാം. ഉണ്ടോ, ചട്ടിക്കകത്തോട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. അപ്പം ഓക്കെ, ബൈ ബൈ.